ഏറ്റവും കൂടുതൽ ജീവൻ പൊലിയുന്നത് റോഡിലാണെന്ന് ഞാൻ വെറുതെ പറയാൻ വേണ്ടി പറയാം. 2020 27,887 ആക്സിഡന്റ്, 2,900 മരണം. 2021 33,296 ആക്സിഡന്റ്, 3,429 മരണം. 2022 43,910 ആക്സിഡന്റ്, 4,317 മരണം. 2023 48,091 ആക്സിഡന്റ്, 4,080 മരണം. 2024 മുഴുവൻ കണക്ക് പൂർത്തിയായിട്ടില്ല. 48,836 ആക്സിഡന്റ്, 3,714 മരണം. സർ, ഞാനിത് ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ്. കാരണം നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 3% രാജ്യത്തെ. പക്ഷെ രാജ്യത്ത് നടക്കുന്ന അപകടങ്ങളുടെയും മരണങ്ങളുടെയും 10% കേരളത്തിലാണ്. റോഡ് സേഫ്റ്റി എന്ന് പറയുന്നതിന് നമ്മൾ ലീസ്റ്റ് പ്രയോറിറ്റിയാണ് സർ കൊടുക്കുന്നത്. ആളുകൾക്ക് അത് ഗവൺമെന്റിന് ഇതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മരണനിരക്കും ആക്സിഡന്റും ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഹാവ് യു അണ്ടർടേക്കൻ എനി സ്റ്റഡി പർട്ടിക്കുലർലി റോഡ് സേഫ്റ്റിയായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ആധികാരികമായ പഠനങ്ങൾ നടത്തി റോഡുകളുടെ ഡിസൈൻ തകരാറാണോ അത് മറ്റു വിഷയങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? മിനിസ്റ്റർ അങ്ങ് പറഞ്ഞ ഡേറ്റുകൾ ശരിയാണ്. 2024 2022 മുതൽ കണക്കെടുത്ത് പരിശോധിച്ചാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും കഠിനമായ ശ്രമങ്ങളുടെ ഫലമായി 2022 മരണാനുപാതം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപകടങ്ങൾ കൂടിയിരിക്കുകയാണ്. അപകടങ്ങളുടെ നമ്പർ കൂടുന്നുണ്ടെങ്കിലും മരണാനുപാതം 4,317 മരണങ്ങളായിരുന്നു 2022 അത് 2023 8.5% കുറവ് വന്നിരിക്കുന്നു. അത് 4,080 ഇനി ഇപ്പോൾ ഈ വർഷം 3,746 മരണം കുറഞ്ഞു വന്നൊരു ഭാഗ്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അപകടങ്ങൾ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം അപകടം കൂടുതലാണ്. അതിൽ പ്രധാനമായി കണ്ടുവരുന്നത് ഈ വാഹനം ഓടിക്കുന്നവരുടെ ഒരു നിലവാരമില്ലാത്ത ഡ്രൈവിങ്ങും അശ്രദ്ധയും. മോട്ടോർ സൈക്കിളുകളാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതും കൂടുതൽ മരണം സൃഷ്ടിക്കുന്നത്. അത് ഓടിക്കുന്നതിനുള്ള അശ്രദ്ധ നിറഞ്ഞ ഒരു നടപടി അതിനൊരു കാരണമാണ്. പഠനത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. നാറ്റ്പാക്ക് പതിവായി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ വർഷവും കൃത്യമായി. കാരണം റോഡുകളിലെ ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തുകയും നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട റോഡുകളെല്ലാം അവരെ ബ്ലാക്ക് സ്പോട്ടുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ അറിയിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഹൈവേയിലാണെങ്കിൽ പോലും അപകടമുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ ചൂണ്ടിക്കാണിക്കുകയും അത് PWD ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതുകൂടാതെ റോഡ് സേഫ്റ്റി അതോറിറ്റി പല സ്ഥലങ്ങളിലും ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിനുള്ള പണം അനുവദിച്ചു കൊടുത്തിട്ടും ഉണ്ട്. അപ്പോൾ ഈ പഠനം നാറ്റ്പാക്ക് നടത്തുന്നുണ്ട്. അല്ല ആധികാരികമായി നമ്മളൊരു ഈ ഒരു വിലയിരുത്തൽ കൃത്യമായ കണക്ക് പോലീസിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും കണക്കാണ്. ഈ പറയുന്ന അങ്ങ് പറഞ്ഞത് ശരിയാണ്. ആ കണക്കുകളെല്ലാം കൃത്യമായി നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറയുന്നതിനുള്ള പ്രശ്നം, ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് നാഷണൽ ഹൈവേ തിരുവനന്തപുരത്ത് പുറപ്പെട്ടാൽ നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ്. ഈ പണി നടക്കുന്നതുകൊണ്ട് ഏതാണ്ട് 70-80% വാഹനങ്ങളും MC റോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ MC റോഡ് യാത്രയ്ക്ക് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഞെരുങ്ങുകയാണ്, ശ്വാസം മുട്ടുകയാണ്. അപ്പോൾ എത്രയും വേഗം ഹൈവേ പൂർത്തിയായാൽ ഇത് ഒഴിവായിട്ട് MC റോഡിൽ താങ്കൾക്കറിയാം ഏറ്റവും കൂടുതൽ അപകടത്തിനുള്ള സാധ്യത ഇപ്പോൾ MC റോഡിലാണ്. ഏറ്റവും കൂടുതൽ വാഹനം ഒരു റോഡിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ വാഹനമാണ് അതിൽ കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾക്കുണ്ട്. റോഡുകളുടെ വാഹനങ്ങളുടെ ബാഹുല്യം വർദ്ധിക്കുകയും റോഡുകളുടെ എണ്ണം വർദ്ധിക്കാതിരിക്കുകയും റോഡിന്റെ വലിപ്പം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അപകടകരമായ ഒരു സാഹചര്യമുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഞാൻ നമ്മുടെ വലിയ പ്രോജക്ട്സ് PWD വർക്ക് പ്രോജക്ട്സ് നോക്കിക്കഴിയുമ്പോൾ ഇപ്പൊ എൻ്റെ നാട്ടിൽ തന്നെ റീബിൽഡ് കേരളയിൽ വലിയ 110 കോടി ഒരു പ്രോജക്റ്റ് പൂർത്തീകരിച്ചു. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് അപകടം കൂടി. അപ്പോൾ നമ്മുടെ പ്രോജക്ട്സിന്റെ കോമ്പണന്റില് റോഡ് സേഫ്റ്റി ഈസ് വിത്ത് യു വേറെ മിനിസ്ട്രിയിലാണ്, PWDയും മറ്റ് വർക്കും എല്ലാം വേറെ മിനിസ്ട്രിയാണ്. നമ്മുടെ വലിയ പ്രോജക്റ്റുകളിൽ ഒരു മിനിമം % പോലും റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയില്ല. വലിയ 110 കോടിയുടെ റോഡ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇനി റോഡ് സേഫ്റ്റിയുടെ ഫണ്ട് എന്ന് വെച്ചാൽ യു ഡോണ്ട് ഹാവ് ഫണ്ട്സ് വിത്ത് യു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പൈസ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാബിനറ്റ് കൂടി എല്ലാ പ്രോജക്റ്റിലും ഇത്ര % റോഡ് സേഫ്റ്റിക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ള ഒരു നയ തീരുമാനം എടുക്കാനുള്ള ഒരു നീക്കം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട്. കാരണം ഞാൻ പറയാൻ കാരണം ഒന്ന് പൂർത്തിയാക്കിയോ സർ. നല്ല റോഡ് ആളുകൾക്ക് കൊടുക്കുമ്പോൾ ആ റോഡ് അത് പരിശോധിച്ച് നോക്കിയോ, നല്ല റോഡ് വന്നാൽ മരണനിരക്ക് ആ റോഡിൽ മാത്രമായിട്ട് ഉയരുന്നതാണ്. ഞാൻ എൻ്റെ കക്കടാശ്ശേരി കാളിയാർ റോഡിൽ കക്കടാശ്ശേരി ജംഗ്ഷനിൽ മാത്രം ഞാൻ ഈ പഠനം നടത്തിയതാണ്. ഞാൻ പേഴ്സണലി നോക്കിയതാണ്. നമ്പർ ഓഫ് ആക്സിഡൻസ് ഈസ് ഹൈലി ഇൻക്രീസിംഗ് വെൻ റോഡ്സ് ആർ ഗുഡ്. അപ്പൊ ഇത് ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പക്ഷെ ഒരു പൈസ ഇല്ല. റോഡ് സേഫ്റ്റി അതോറിറ്റി പൈസ കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ഡിസൈൻ ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് ആണ് പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ, പൊൻകുന്നം റോഡ്. ആ റോഡിൽ എൻ്റെ മണ്ഡലത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്, സുഭാലിന്റെ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അവിടെ അപകടങ്ങൾ കൂടിയിട്ടുണ്ട്, ശരിയാണ്. കാരണം റോഡ് നന്നാകുന്ന കൂടി പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിളിലൊക്കെ പോകുന്നവർ അമിതമായ വേഗത എടുക്കുകയാണ്. ഉദാഹരണത്തിന് അടുത്ത സമയത്ത് കോന്നിയിൽ ഒരു മരണം നടന്നു. ഒരു കുടുംബം അങ്ങനെ 4 പേര് മരിച്ചു. കാരണം അവർ നല്ല സ്പീഡിൽ വരികയായിരുന്നു, ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റോഡ് പ്ലാൻ ചെയ്യുമ്പോൾ നാഷണൽ ഹൈവേയിലാണെങ്കിലും വേൾഡ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങളിലും അതിന് ശരി തന്നെ റോഡ് സേഫ്റ്റിക്ക് ഫണ്ട് മാറ്റി വെക്കേണ്ടതാണ്. അത് PWD മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അവരാണത് ചെയ്യേണ്ടത്. ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ
നമ്മൾ പറ്റുന്ന സഹായങ്ങൾ, അല്ല ഒരു സ്ഥലത്തൊരു ബ്ലാക്ക് സ്പോട്ട് വന്നു പോയി, അത് റിലീസ് ചെയ്യാൻ വേണ്ടി പണം കൊടുക്കുക. പലപ്പോഴും റോഡ് സേഫ്റ്റി അതോറിറ്റി ഒരു ഇംപ്ലിമെന്റിങ് ഏജൻസി അല്ല. പിന്നെ കോഴിക്കോടിനടുത്ത് കൊയിലാണ്ടിയിൽ ഒരു റോഡിന്റെ പരിഷ്കരണത്തിന് വേണ്ടി റോഡ് സേഫ്റ്റി അതോറിറ്റി ഒരു ശുപാർശ കൊടുത്തു. പക്ഷെ ദൗർഭാഗ്യവശാൽ അവിടുത്തെ എഞ്ചിനീയർമാർ ആ രീതിയിലല്ല ചെയ്തത്. പക്ഷേ ആ ബ്ലാക്ക് സ്പോട്ട് റെക്ടിഫൈ ചെയ്യപ്പെട്ടില്ല. പക്ഷേ പണം റോഡ് സേഫ്റ്റി അതോറിറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കൊടുക്കേണ്ടി വന്നു. അപ്പൊ അതൊരു നമ്മുടെ എഞ്ചിനീയർമാർ പോലും ശാസ്ത്രീയമായി റോഡ് സേഫ്റ്റിയെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. അത് ശ്രദ്ധിക്കണം. ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോഴും ഇത് പ്ലാൻ ചെയ്യുന്നില്ല. കാരണം വലിയ റോഡ് വരുന്നു, ആളുകൾ സ്പീഡിൽ ഓടിക്കുന്നു, അപകടങ്ങൾ വർദ്ധിക്കുന്നു. അത് റോഡിന്റെ ഡിസൈനിൽ ചെയ്യേണ്ട കാര്യമാണ്. ശ്രീ വിഷ്ണുനാഥ്. സർ, ദിവസവും റോഡിൽ പൊലിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പക്ഷേ 2016 മുതൽ നാറ്റ്പാക്ക് ഈ റോഡ് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ചും ബ്ലാക്ക് സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തുള്ള റിപ്പോർട്ടുകൾ സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് 2016 മുതൽ. പക്ഷെ അതിനകത്തുള്ള ഇംപ്ലിമെന്റേഷന്റെ കാര്യം ഇവിടെ മന്ത്രി പറയുകയുണ്ടായി. ഇപ്പൊ റോഡ് സേഫ്റ്റി അതോറിറ്റി ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലിന് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത ബ്ലാക്ക് സ്പോട്ടുകളിൽ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്, ഒരു ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലിന് കൊടുക്കുന്നത് വെറും 10 ലക്ഷം രൂപയാണ് സാർ. ഈ 10 ലക്ഷം രൂപയിൽ എന്ത് ചെയ്യാൻ കഴിയും? അതിൽ തന്നെ അതിന്റെ 5 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളൂ ഒന്നാം ഗഡു എന്ന നിലയിൽ. സാർ, അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവമായിട്ട്, മനുഷ്യന്റെ ജീവനെ സംബന്ധിച്ച ഒരു പ്രശ്നം എന്ന നിലയിൽ ഗൗരവമായി കണ്ടുകൊണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലിന് കൊടുക്കുന്ന തുക വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? എന്റെ മണ്ഡലത്തിലെ കുണ്ടറ നിയോജക മണ്ഡലത്തിലെ നാന്തിരിക്കൽ പള്ളി കഴിഞ്ഞിട്ടുള്ള തൊണ്ടിറക്കമുക്ക്, പെരുമ്പുഴ കഴിഞ്ഞ് ഹരിശ്രീ ഹോട്ടലിന് സമീപം, പേരയം കോളേജിന് സമീപം കുറിച്ചിയിൽ മുക്ക് വളവ്, ആറുമുറിക്കട വളവ്, കൊല്ലം തേനി ഹൈവേയിൽ പേരയം വരമ്പിൽ ഭാഗം, ഇവിടെ ദിവസവും വാഹനാപകടങ്ങളും മരണങ്ങളും ഉണ്ടാവുകയാണ്. ഈ അവിടെ പിന്നെ റോഡുകളുടെ വളവ്, സുരക്ഷാ സംവിധാനങ്ങൾ ഇവ ക്രമീകരിക്കാനുള്ള പ്രത്യേകമായ നടപടികൾ കൂടി സ്വീകരിക്കുന്നു. എല്ലാ സ്പോട്ടുകളും ഈ ജില്ലാ കളക്ടർമാർക്ക് കൊടുക്കുന്ന 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ലഘുവായ നിലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം, ബ്ലാക്ക് സ്പോട്ട് ക്ലിയർ ചെയ്യാനല്ല. അവിടെ നിന്ന് ശുപാർശ ചെയ്യുന്നതനുസരിച്ച്. പക്ഷെ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഇന്ന രീതിയിൽ ചെയ്താൽ പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചാണ് പണം കൊടുക്കുന്നത്. അത്തരത്തിൽ ലഭിച്ച ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്, കൊയിലാണ്ടിയിലെ സംഭവം. അപ്പം വളരെ ശാസ്ത്രീയമായ പഠനം നടത്തി ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് തന്നാൽ റോഡ് സേഫ്റ്റി അതോറിറ്റി പണം അനുവദിക്കും. പക്ഷേ നാഷണൽ ഹൈവേയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനാണ്. നമ്മളെ പിന്നെ ഈ അടുത്ത കാലത്ത് ദേശീയപാത 966 പനയമ്പാടത്ത് ഒരു അപകടം സംഭവിച്ചു. 4 കുഞ്ഞുങ്ങളാണ് അതിൽ അപകടത്തിൽ മരണപ്പെട്ടത്. അന്ന് കേരളം മുഴുവൻ ഉണർന്നു പ്രവർത്തിച്ചു. ഞങ്ങളുടെ വൈദ്യുതി മന്ത്രി തൊട്ടടുത്ത ദിവസം തന്നെ പാലക്കാട് കളക്ടറേറ്റിൽ യോഗം ചേരുകയും പോലീസിന്റെയും ദേശീയപാത വിഭാഗം എന്നെ യോഗം ചേർന്നു. 14/12/2024 അപകടം നടന്ന 13-ലായിരുന്നു. ഒരു പരിശോധന, അതിന്റെ അടിസ്ഥാനത്തിൽ 17-ാം തീയതി ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരുമായി തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ആ യോഗത്തിൽ അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ 1 കോടി എന്തൊക്കെയാണ് അവിടെ റെക്ടിഫൈ ചെയ്യേണ്ടെന്നൊരു പഠനം അതിനു മുമ്പ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും കൂടി നൽകിയിരുന്നു പാലക്കാട് നിന്ന്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി 1,35 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് അപ്പോൾ തന്നെ 1,30,00,000 എന്നാണ് പറഞ്ഞത്, 30 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ മിസ്റ്റർ മീണ അദ്ദേഹത്തോട് സംസാരിച്ചു. അവിടെ വെച്ച് തന്നെ ഉറപ്പിക്കുകയും 1,35 ലക്ഷം രൂപ അവിടുത്തെ ആ പ്രശ്നം, ആ ജംഗ്ഷനിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അപ്പോൾ തന്നെ നാഷണൽ ഹൈവേ എന്ന് അനുവദിച്ചു തന്നു. അതിന്റെ എല്ലാം ക്ലിയറൻസും ആയിട്ടുണ്ട്, പണം വന്നു. ഇനി അത് PWD വകുപ്പാണ്, അത് PWD എഞ്ചിനീയർമാരാണ് അത് ചെയ്യേണ്ടത്. ഊരാലുങ്കൽ സൊസൈറ്റിയാണ് റോഡ് ചെയ്തത്. അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനും അവിടെ തീരുമാനമെടുത്തു. അടിയന്തരമായി എനിക്കൊരു കിട്ടിയ അറിവനുസരിച്ച് ഈ മാസം അല്ലെങ്കിൽ ഈ മാസം അടുത്ത മാസം പകുതിയോടുകൂടി വർക്കുകൾ പൂർത്തിയാക്കും എന്നാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത് ഉറപ്പ്. ഇതുപോലെ ഹൈവേയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അംഗം ശ്രീ വിഷ്ണുനാഥ് എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ ഹൈവേയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം, അത് നമുക്ക് പരിഹരിക്കാം. പ്രാദേശിക റോഡുകളിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് കളക്ടർ വഴി ഒരു പ്രൊജക്റ്റായിട്ട് ശുപാർശകൾ, നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ഒക്കെ ആണെങ്കിൽ കളക്ടർ വഴി ജില്ലാ അതോറിറ്റി വഴി ഒരു ശുപാർശ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാനുള്ള നടപടി.